പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 37-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് തെറ്റിന് വഴങ്ങാത്ത കുട്ടി. പോർബന്തറിലെ പ്രശസ്ത വിദ്യാലയമായിരുന്നു ആൽഫ്രഡ് ഹൈസ്കൂൾ. അന്ന് കുട്ടികളെല്ലാം കുളിച്ചൊരുങ്ങി നേരത്തെ തന്നെ ക്ലാസ്സിലെത്തി. മുഴുവൻ അധ്യാപകരും അന്ന് ഹാജരായിരുന്നു. സ്കൂൾ പരിശോധനയ്ക്കായി ഇൻസ്പെക്ടർ വരുന്ന ദിവസമാണത്. രാവിലെ ക്ലാസ് തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഇൻസ്പെക്ടർ വന്നു. ഒരു ഇംഗ്ലീഷുകാരൻ. ഓരോ ക്ലാസ്സിലും കയറിയിറങ്ങി അദ്ദേഹം മോഹൻദാസ് പഠിക്കുന്ന ക്ലാസ്സിലുമെത്തി. ഇൻസ്പെക്ടർ കേട്ടെഴുത്തിന് 5 വാക്കുകൾ കുട്ടികൾക്ക് നൽകി. അക്കൂട്ടത്തിൽ കെറ്റിൽ എന്നൊരു വാക്കുണ്ടായിരുന്നു. അതിൻ്റെ സ്പെല്ലിംഗ് മോഹൻദാസിന് അറിഞ്ഞുകൂടായിരുന്നു. അതൊഴികെ ബാക്കി 4 വാക്കുകളും അവൻ ശരിയായി എഴുതി. മോഹൻദാസ് ഒരു വാക്ക് തെറ്റി എഴുതുന്നത് ക്ലാസ് അധ്യാപകൻ കണ്ടു. ഒരു കുട്ടി മാത്രം എല്ലാ വാക്കും തെറ്റാതെ എഴുതാത്തത് തനിക്ക് ക്ഷീണമല്ലേ? വിരുദ്ധനായ ആ അധ്യാപകൻ എന്തു ചെയ്തെന്നോ? ഇൻസ്പെക്ടർ കാണാതെ വളരെ രഹസ്യമായി മോഹൻദാസിൻ്റെ അടുത്തു ചെന്ന് തൊട്ടരികിലിരിക്കുന്ന കുട്ടിയുടെ സ്ലേറ്റിൽ നിന്ന് നോക്കി എഴുതാൻ ആംഗ്യം കാണിച്ചു. കോപ്പിയടിക്കാൻ ഒരധ്യാപകൻ തന്നെ കുട്ടിയെ പ്രേരിപ്പിക്കുകയോ? ഇല്ല, ഒരിക്കലും താൻ അങ്ങനെ ചെയ്യില്ല, മോഹൻദാസ് തീരുമാനിച്ചു. ഇൻസ്പെക്ടർ പോയപ്പോൾ ക്ലാസ് അധ്യാപകൻ മോഹൻദാസിനെ ശാസിച്ചു. അടുത്തുള്ള കുട്ടിയുടെ സ്ലേറ്റിൽ നോക്കി എഴുതാൻ ആംഗ്യം കാണിച്ചിട്ടും നീ അത് ചെയ്തില്ല, കഴുത! നിനക്ക് നോക്കി എഴുതാനും അറിയില്ലായിരിക്കുമല്ലേ? അധ്യാപകൻ ദേഷ്യം തീരുന്നതുവരെ മോഹൻദാസിനെ ശകാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എങ്കിലും മോഹൻദാസിന് യാതൊരു സങ്കടവും തോന്നിയില്ല. താൻ ചെയ്തത് ശരിയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടായാലും സത്യത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കണമെന്ന തീരുമാനം ഗാന്ധിജി അന്നേ എടുത്തിരുന്നു. നർമ്മദ എന്ന ഗുജറാത്തി കവിയുടെ ഒരു പദ്യശകലം മോഹൻദാസിനെ സ്കൂളിൽ പ്രചരിച്ചിരുന്നു. ഇറച്ചി കഴിക്കുന്നത് കൊണ്ടാണ് വെള്ളക്കാർക്ക് ഇത്ര കരുത്തും തടിയും ഉള്ളത് എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഈ കവിത അവനെ സ്വാധീനിച്ചു. വെള്ളക്കാരെ ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെങ്കിൽ അവരെ പോലെ തന്നെ കരുത്തന്മാരാകണമെന്ന് മോഹൻദാസ് വിശ്വസിച്ചു. ചില കൂട്ടുകാർ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മോഹൻ മാംസം കഴിക്കാൻ തുടങ്ങി. തനിക്ക് ശക്തനായി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തണം. വീട്ടിൽ ആരെയും അറിയിക്കാതെയായിരുന്നു ഈ പരിപാടി. ഇറച്ചി കഴിക്കുമ്പോൾ ഓക്കാനം വരുമായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ആഹാരം വേണ്ട. അത്താഴത്തിന് കാര്യമായി ഒന്നും കഴിക്കാതെയായി. അപ്പോഴെല്ലാം അമ്മ ചോദിക്കും, മോഹൻ, നിനക്കെന്താ ഈയിടെയായി വിശപ്പില്ലാത്തത്? പുറത്തുനിന്ന് നീ വല്ലതും വാങ്ങി കഴിക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഇല്ല, മോഹൻദാസ് കള്ളം പറയും. അധികം വൈകിയില്ല. മോഹൻ്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തി തുടങ്ങി. ഇറച്ചി തിന്നുന്നത് തെറ്റ്, മോഹൻദാസ് സ്വയം തിരുത്തി. അങ്ങനെ ഇറച്ചി തിന്ന് തനിക്ക് കരുത്തനാവണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ഇനി മാംസം കഴിക്കില്ല. ആ പ്രതിജ്ഞ പിന്നെ ഒരിക്കലും അവൻ ലംഘിച്ചിട്ടില്ല. മക്കളെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. മോഹൻദാസിൻ്റെ കൂടുതൽ കഥകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.